السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നമ്മുടെ ഏത് വിഷയങ്ങളിലും നമുക്ക് മാതൃകയാക്കാനുള്ളത്, നമുക്ക് റോൾ മോഡലാക്കാനുള്ളത് ഹബീബായ സയ്യിദുൽ വുജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് അല്ലാഹു തആല നൽകുന്ന ഓരോ നിഅമത്തുകളും പ്രത്യേകമായി ഓർക്കുകയും അതിന് അല്ലാഹുവിന് മുമ്പിൽ ശുക്റിൻ്റെ സുജൂദിലായി കിടന്ന് ആ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് അവിടുത്തെ അനുചരന്മാരാകുന്ന മഹാന്മാരാകുന്ന സഹാബത്ത് റളിയല്ലാഹു അൻഹും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞു, അതെങ്കിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ അവിടത്തോട് പറയപ്പെട്ടു. ഇങ്ങനെയൊക്കെയായാൽ അവിടുന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യുമായിരുന്നു, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സുജൂദ് ചെയ്യുമായിരുന്നു. അള്ളാഹുവിനോട് ആ നൽകിയ നിഅമത്തിന് വളരെയധികം നന്ദിയുള്ള ആളായിരുന്നു എന്ന് മഹാന്മാരാകുന്ന സഹാബത്ത് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മഹാനവർകൾ പറയുന്നുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഇദാ ജാഅഹു അംറു സുറൂരിൻ ഔ ബുശ്ശിറ ബിഹി ഖറ സാജിദൻ ശാക്കിറൻ ലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ അവിടത്തേക്ക് നൽകി, അതല്ലെങ്കിൽ സന്തോഷമുളവാക്കുന്ന കാര്യങ്ങൾ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയപ്പെട്ടാൽ ഖറ സാജിദൻ ശാക്കിറൻ ലില്ലാഹ്, അല്ലാഹു നൽകിയ ആ നിഅമത്തിന്, ആ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് അല്ലാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി വീഴുമായിരുന്നു, സുജൂദ് ചെയ്തുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുമായിരുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും നേരിട്ട് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ സഹാബത്ത് നമ്മോട് പറയുകയാണ്. അനേകായിരം നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി, നല്ല റാഹത്തുള്ള ജോലി നൽകി, പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി, അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂവിൽ ഖൈറായ ജോലി അല്ലാഹു തആല നമുക്ക് നൽകി, നല്ല കച്ചവട സ്ഥാപനം അല്ലാഹു തആല നമുക്ക് തന്നു, കൃഷിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തു, നല്ല സന്തോഷമുള്ളൊരു വാഹനം അല്ലെങ്കിൽ വീട്, ഇങ്ങനെ തുടങ്ങിയിട്ട് നാം അനുഭവിക്കുന്ന അനേകായിരം അനുഗ്രഹങ്ങൾ നമ്മെ തേടി നമുക്കത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന് നൽകിയ നിഅമത്തിന്, അനുഗ്രഹത്തിന് നന്ദിയായിട്ട് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ലഇൻ ശകർത്തും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ ഞാൻ നൽകിയ നിഅമത്തുകൾക്ക്, ആ നിഅമത്തിനെ അംഗീകരിച്ച് അതിനെനിക്ക് നന്ദി പ്രകടിപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചു തരുമെന്ന് ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ നിഅമത്താണെങ്കിലും എത്ര വലിയ നിഅമത്താണെങ്കിലും റബ്ബിന് ശുക്ർ ചെയ്യാൻ, നന്ദി പ്രകാശിപ്പിക്കാൻ, അൽഹംദുലില്ലാ പറയാൻ നമുക്ക് സാധ്യമായാൽ അല്ലാഹു തആല നൽകിയ നിഅമത്ത് നിലനിർത്തി തരികയും ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് അവൻ്റെ ഔദാര്യം കൊണ്ട് ഓശാരമായി നൽകുക തന്നെ ചെയ്യുമെന്ന് ഈ വിശുദ്ധ ഹദീസ്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ വാക്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാരുണ്യവാനായ റബ്ബ് അവൻ നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകളൊക്കെ ദായിമാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച അവസാനം ആഖിബത്ത് നന്നായി ഈമാനോടെ ലോകത്തോട് വിട പറഞ്ഞ് മുത്ത് ഹബീബിൻ്റെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.